മുൻഗാമികളെ പോലെയല്ല, നമുക്ക് അല്ലാഹു അതിൽ വിശാലത ചെയ്തു തന്നു. എൻ്റെ ഉമ്മത്തിന് എവിടെ വെച്ചും നിസ്കരിക്കാം, ശുദ്ധിയുണ്ടായാൽ മതി. മുൻഗാമികൾക്ക് നിസ്കരിക്കാൻ പ്രാർത്ഥനയുടെ മഠങ്ങൾ തന്നെ വേണമായിരുന്നു, പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ തന്നെ വേണമായിരുന്നു. പക്ഷേ ജുഇലത്തിൽ അർളു കുല്ലുഹാ ലീ മസ്ജിദൻ വതഹൂറാ, ഭൂമി മുഴുവനും നിസ്കരിക്കാൻ പറ്റുന്ന കേന്ദ്രമാക്കി എനിക്ക് തന്നിട്ടുണ്ട്. ശുദ്ധിയാക്കാൻ മുൻഗാമികൾക്ക് വെള്ളം മാത്രമാണ്. പക്ഷേ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു സ്പെഷ്യലായിട്ട് മണ്ണും നൽകി. ശുചീകരണത്തിന് അല്ലാഹു ഈ ഉമ്മത്തിന് മാത്രമാണ് മണ്ണ് സ്പെഷ്യലായി നൽകിയത്. മുൻഗാമികളിൽ ഒരാൾക്കും അല്ലാഹു അത് നൽകിയിട്ടില്ല. അവർക്കൊക്കെ വെള്ളം വേണം. ചില ആളുകൾക്ക് നജസായാൽ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം, പിന്നത് വൃത്തിയാക്കാൻ അവർക്ക് പഴുതില്ല. പക്ഷേ നമുക്കങ്ങനെയല്ല, എളുപ്പമാണ് ആ വിഷയത്തിലൊക്കെ തന്നത്. ഇതെല്ലാം ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന, യഥാർത്ഥത്തിൽ പിൻപറ്റുന്ന, യഥാവിധി അംഗീകരിക്കുന്ന എല്ലാ ഓരോ ആണിനും ഓരോ പെണ്ണിനും ഏറ്റവും അധികം നിയലിച്ചു കാണേണ്ട വിഷയം നിസ്കാരമാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചത്, തങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം വന്നത് ഉഹദിലല്ല. ഉഹദിലാണ് തങ്ങളുടെ മുൻപല്ല് പൊട്ടിയത്. ഉഹദിലാണ് നെറ്റിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയത്. നിലക്കാത്ത രക്തം നിലക്കുന്നതിന് വേണ്ടി ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയുടെ ഒരു കഷ്ണം കരിച്ച് അതിൻ്റെ ചാരം ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചപ്പോഴാണ് രക്തം നിലച്ചത്. അതുവരെ രക്തം ഇങ്ങനെ ഉറ്റിയുറ്റി വീഴുന്നു. ആ ഉഹദിൽ വെച്ചാണ് അവിടുത്തെ വിരലിൻ്റെ ഒരു ഭാഗത്ത് മുറിവേറ്റിട്ട് രക്തം ഇങ്ങനെ ഉറ്റി വീണത്. ഉഹദിൽ വെച്ചാണ് ഇതൊക്കെ സംഭവിച്ചത്. ഏറ്റവും അധികം തങ്ങളെ സഹായിച്ചിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിലാണ് ഷഹീദായി പോയത്. തങ്ങൾക്ക് ഏറ്റവും സഹിക്കാൻ കഴിയാത്തൊരു വിഷയമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്. ഈ സംഭവങ്ങളൊക്കെ നടന്ന ഉഹദിനേക്കാളും വലിയ പ്രതിസന്ധി തങ്ങൾക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം. ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹദ്, ഉഹദിനേക്കാളും പ്രതിസന്ധി പൂർണ്ണമായ വല്ല ദിനവും ഉണ്ടോ? ഉണ്ട് ആയിഷ, ഉഹദല്ല എനിക്ക് ഏറ്റവും പ്രതിസന്ധിയുള്ള ദിവസം വന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ദിവസം വന്നത് താങ്ങും തണലുമായ രണ്ട് അവലംബങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയി. 3 ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും വഫാത്തായി പോയത്. എൻ്റെ ഉപ്പയെപ്പോലെ എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ മൂത്താപ്പ അബൂ ത്വാലിബാണല്ലോ ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തത്. സ്വന്തം ഉപ്പയുടെ സഹോദരൻ എന്നതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയും അബൂ ത്വാലിബും രണ്ടുപേരും ഒരു ഉമ്മയുടെ മക്കളാണ്. ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങളാണ് എന്നർത്ഥം. ആ ഒരു ബന്ധം കൂടിയുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും മറ്റുള്ളവരൊക്കെ വേറെ ഉമ്മയിൽ നിന്ന് ജനിച്ച മക്കളാണ്. അപ്പൊ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ എന്ന നിലക്കൊരു പ്രത്യേകത കൂടി അബൂ ത്വാലിബിനുണ്ട്. അബ്ദുല്ലാഹി എന്നവരോട് ആ അബൂ ത്വാലിബാണ് ഉപ്പാന്റെ സ്ഥാനത്ത് നിന്ന് 8ാമത്തെ വയസ്സു മുതൽ സുദീർഘമായ കാലം നബി തങ്ങളെ പരിചരിച്ചത്. അബൂ ത്വാലിബ് വിടവാങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. ഖദീജ ബീവിയോടൊപ്പമുള്ള 25 വർഷം ഏറ്റവും സുന്ദരമായ കാലഘട്ടമായിരുന്നു. ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഒരാണിന്റെ ധൈര്യമല്ല, 10 ആണുങ്ങളുടെ ധൈര്യമല്ല, വലിയ ധീരതയുള്ള മഹതിയാണ്, ചങ്കൂറ്റമുള്ള മഹതിയാണ്. സാമ്പത്തിക രംഗത്ത് വേണ്ടതുപോലെ ചെലവഴിക്കാൻ നല്ല പക്വതയുള്ള മഹതിയാണ്. എത്ര കോടിക്കണക്കിന് സ്വത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടോ മുഴുവനും ചെലവഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്.
സ്വന്തം ശരീരം മറന്നുകൊണ്ട് സമ്പത്ത് ചെലവഴിച്ച മഹദിയാണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹയും വിടവാങ്ങിയപ്പോ രണ്ടുപേരുടെയും വിടവാങ്ങൽ എൻ്റെ ജീവിതത്തിൽ അതീവ ദുഃഖം വരുത്തിയ വർഷമാണ്. ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് പേര് വിളിച്ചിരിക്കുന്നത് ആ വർഷത്തിനാണ്. എനിക്കൊരു സഹായം കിട്ടുമെന്ന് കരുതിയിട്ട് എൻ്റെ അകന്ന കുടുംബക്കാരാണെങ്കിലും ഞാൻ ത്വായിഫുകാരിലേക്ക്, അവിടെയുള്ള എൻ്റെ അകന്ന കുടുംബക്കാരുണ്ട്, റബീഅത്തിന്റെ മക്കളുണ്ട്, അവരെൻ്റെ വകുപ്പിലൊരു കുടുംബമാണ്, അകന്ന കുടുംബമാണെങ്കിലും നല്ല ബന്ധമാണ്. സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോയി. പകരം സഹായിക്കുന്നതിന് പകരം ചെറിയ കുട്ടികളുടെ കയ്യിൽ അവർ കല്ല് കൊടുത്തു. എൻ്റെ ശരീരത്തിൽ ആ കല്ലുകൊണ്ട് മർദ്ദനമേൽപ്പിച്ചു. എൻ്റെ പാദങ്ങളിലേക്ക് ആ കല്ലുകൊണ്ട് തുരുതുരായി എറിഞ്ഞു. എൻ്റെ കൂടെയുണ്ടായിരുന്ന സെയ്ദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ ഏറ് വന്ന് തലയോട്ടി പിളർന്നുപോയി. സെയ്ദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ മക്കയിലേക്ക് സ്വകാര്യ വഴിയിലൂടെ പോകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു കൊണ്ട് വേച്ച് മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിൽ പോയി വിശ്രമിച്ചു. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ലാസ്റ്റ് ഘട്ടത്തിൽ അവർക്കത് ദുഃഖമായി തോന്നി. ബുദ്ധിയില്ലാത്ത ആളുകളെ ഉപയോഗിച്ച് കൂക്കുവിളി നടത്തി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ദിനം അന്നായിരുന്നു. അതുപോലെ പ്രതിസന്ധിയുള്ളൊരു ഘട്ടം വേറെ കഴിഞ്ഞു പോയിട്ടില്ല. ഈശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ അങ്ങേയറ്റം വിഷമങ്ങളേൽപ്പിച്ച ത്വായിഫിലെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങൾ അവരെ തകർക്കുന്നതിന്, അവരെ നശിപ്പിക്കുന്നതിന് തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്കുകളുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം രംഗപ്രവേശനം ചെയ്തത്. അള്ളാഹു എന്നെ തങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് ബിമലക്കിൽ ജിബാൽ, ഈ കാണുന്ന പർവ്വതങ്ങൾ കണ്ടില്ലേ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, ഈ പർവ്വതങ്ങളുടെ ഡ്യൂട്ടിയുള്ള മലക്കുകളുമായിട്ടാണ്. തങ്ങളൊന്ന് ഉത്തരവിട്ടാൽ, ഒന്ന് നഅം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളൊന്ന് പൊക്കിയെടുത്ത് രണ്ട് ഭാഗവും ഒന്ന് കൂട്ടിവെക്കാം. പിന്നെ ത്വായിഫില്ല. ഇന്ന് കാണുന്ന ത്വായിഫ് പിന്നെ കാണാൻ പറ്റില്ല. ഇന്ന് കാണുന്ന ത്വായിഫ് പിന്നെ അനുഭവിക്കാൻ കഴിയില്ല. ത്വായിഫിലെ സഖീഫ് ഗോത്രവും ഇല്ല, ബനൂ അസദ് ഗോത്രവും ഇല്ല, ഒരു കുടുംബവും ഇല്ല. മുഴുവനും അസ്തമിച്ചു പോകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട. അത്രയും സാഹസികത അനുഭവിച്ചിട്ടും അവിടുന്ന് പറഞ്ഞു, വേണ്ട ജിബ്രീൽ, ഞാനത് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ തലമുറകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഭാവിയിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തങ്ങൾ കണ്ടോ? കണ്ടു. ഹിജ്റ 8-ാം വർഷത്തിൽ അത് സാധ്യമായി. കുറെ ഇപ്പുറത്താണ് സാധ്യമായത്. ഹിജ്റ 8-ാം വർഷത്തിലാണ് ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാരിൽ നിന്ന് ഒരു മെമ്പർ വിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നത്. അതാണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നറിയോ? പക്ഷേ തങ്ങളാ പ്രതീക്ഷിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ സംഗതി നടന്നു. താവഴികൾ, തലമുറകൾ കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും ഹിജ്റ 8-ാം വർഷത്തിൽ ത്വായിഫ് ഒന്ന് ഉപരോധിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും 18 ദിവസം. അതിനുശേഷമാണ് ഉർവത്ത് ബിൻ മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയത്. ഇത്രയും പ്രതിസന്ധി നിറഞ്ഞിട്ടും ആ കുടുംബത്തിനെതിരെ തങ്ങൾ നാക്കനക്കിയില്ല, ഒന്നും പറഞ്ഞില്ല. എത്രമാത്രം വലിയ സങ്കടകരമായ അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സങ്കടം വരുന്നത് കുടുംബക്കാർ കഴിയുന്ന നേരത്താണ്. ഒരാൾ അയൽവാസികളും നാട്ടുകാരൊക്കെ ഒഴിവാക്കിയാലും കുടുംബം അയാളെ കൂടെ ഉണ്ടെങ്കിൽ അയാൾക്കൊരു ധൈര്യമാണ്. പക്ഷേ കുടുംബക്കാർ നബിതങ്ങളെ പൂർണ്ണമായും കൈയൊഴിഞ്ഞതല്ല, അവർക്കുള്ള പ്രലോഭനങ്ങളും മറ്റും കാരണം നേർക്ക് നേരെ ചെയ്യാൻ അവർക്ക് മടിയുള്ളത് കൊണ്ട് കുട്ടികളെയും ഭ്രാന്തന്മാരെയും ഏൽപ്പിച്ചു. റബീയത്തിന്റെ മക്കളായ ഉത്ബയും ഷൈബയും ചെയ്ത പണിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ദ്വാരക്കാതെ തങ്ങൾ സഹനം പാലിച്ചു, സമാധാനാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
പക്ഷേ തങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും സഹിക്കാൻ കഴിയാതെ തങ്ങൾ പ്രതികരണശേഷിയോടെ പ്രാർത്ഥിച്ചൊരു ദിനമുണ്ട്. ഒരു കാര്യമുണ്ട്, ശത്രുക്കൾക്കെതിരെ. അതെപ്പോഴാണെന്നറിയോ സഹോദരങ്ങളെ? പരിക്ക് പറ്റിയപ്പോഴല്ല, സാമ്പത്തിക നഷ്ടം സംഭവിച്ചപ്പോഴല്ല, തങ്ങളുടെ ഒരു നേരത്തെ അസ്ർ നിസ്കാരം. എൻ്റെ വിഷയം നിങ്ങൾ മറക്കരുത്. ജീവിതത്തിൽ തങ്ങൾ ഏറ്റവും അധികം കൊണ്ടു നടന്നതും അവിടുത്തേക്ക് കർണാനന്ദകരമായി തങ്ങൾ സൂക്ഷിച്ചതും നിസ്കാരം എന്ന് പറയുന്ന വൃത്തിയാണ്, പരിശുദ്ധിയാണ്. അതൊക്കെ നേരെ ചൊവ്വേ